അയ്യപ്പ ഗാനത്തിന്റെ പാരഡി ഉണ്ടായതിന്റെ പേരിൽ അവർക്കെതിരായി കേസെടുത്തിരിക്കുകയാണ്. ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. ഇതൊരു ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതാണോ? അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇതൊരു ഇടതുപക്ഷ സർക്കാരല്ല, തീവ്ര വലതുപക്ഷ സർക്കാരാണ്. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എത്രമാത്രം CPM-നെയും സർക്കാരിനെയും അലോസരപ്പെടുത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർക്കെതിരായി കേസെടുത്തിരിക്കുന്നത്. പരിഹാസത്തോടെ നോക്കിക്കാണുന്നു, പരിഹാസത്തോടെ. ആ പാട്ട് എഴുതിയ ആളെയും അതിന് മ്യൂസിക് കൊടുത്ത ആളെയും അത് പാടിയ ആളെയും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി നിയമപരമായും രാഷ്ട്രീയമായും സംരക്ഷിക്കും. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോറ്റതിന് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് തോറ്റത് അത് കണ്ടുപിടിക്കാതെ പല പാട്ട് എഴുതിയ കുട്ടികളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് കേസെടുക്കാൻ മെനക്കെട്ടാൽ വിശ്വാസത്തെ ഹനിക്കുന്ന നിലയിലാണ് ഈ പാരഡി വന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. പോറ്റിയെ കയറ്റിയെ എന്ന പാട്ട് പാടിയതുകൊണ്ടാണ് അത്ര ഇവിടെ ഇടതുപക്ഷം തോറ്റുപോയത്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ആ പാട്ട് പാടിയില്ലായിരുന്നെങ്കിൽ ഇടതുപക്ഷം മിന്നും വിജയം കാഴ്ചവെക്കുമായിരുന്നു? ഇല്ലേ ഇല്ല. ആ പാട്ടിൽ ചില ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുമായിട്ട് ഈ സഖാക്കളെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില വരികളുണ്ട്. പിന്നെ കുറച്ച് വേറെ അധികം പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ആ പാട്ടിൽ പാടുന്നുണ്ട്. അതിനൊരു ഭക്തിഗാനത്തിൻ്റെ ഈണം വന്നു എന്നുള്ളതൊക്കെ ശരി തന്നെ. അത് അങ്ങനെ പാടി വരും, ആ ഈണം ഉപയോഗിച്ചവരും ശരിയതൊക്കെ ശരിയായോ എന്നുള്ളത് ഒരു രണ്ടാമത്തെ വിഷയമാണ്. പക്ഷെ ആ പാട്ട് പാടിയത് കൊണ്ട് ഈ ഇടതുപക്ഷത്തിന് തോൽവിയുണ്ടായി എന്ന് മാത്രം വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിഷയം മാധ്യമങ്ങൾ ഒരു മാസമായിട്ട് എല്ലാ വീടുകളിലും ഇന്ന് TV ഉണ്ട്, അവിടെ അത് കാണുന്നുണ്ട്. CPM-ന്റെ സജീവ പ്രവർത്തകനും ഒരു കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി മെമ്പറും ഒക്കെ അറസ്റ്റിലായ വിവരം ഈ മലയാള ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അതിൽ കൂടുതൽ ഒരു പാട്ട് പാടിയിട്ട് ആർക്കെങ്കിലും ഈ വിവരം കിട്ടേണ്ട ഒരു ആവശ്യമില്ല. ഒരു പക്ഷേ ഈ വളരെ നല്ല ഈണത്തിലും താളത്തിലുമുള്ള ഒരു പാട്ടായതുകൊണ്ട് അത് പാടിയവരും ആ പാട്ടിനെ കൊണ്ടു നടന്നവരും ആസ്വദിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷെ കുറച്ച് വോട്ടുകളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ മാറിപ്പോയിട്ടുണ്ടാവും, അതും ഒരു ഘടകമായിട്ടുണ്ടാവും. പക്ഷെ ആ പാട്ട് പാടിയത് കൊണ്ട് മാത്രം ഇടതുപക്ഷം തോറ്റു എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കുകയേ വേണ്ട. ഇടതുപക്ഷ പാർട്ടിക്കാർ ഒട്ടും തന്നെ തെറ്റിദ്ധരിക്കേണ്ട. അതിന് കാരണങ്ങൾ രണ്ടുണ്ട്. മറ്റൊന്നുമല്ല, ഒരു വലിയ തോതിലുള്ള ന്യൂനപക്ഷ ധ്രുവീകരണം വടക്കൻ കേരളത്തിൽ നടന്നു എന്നുള്ളതും തെക്കൻ കേരളത്തിൽ അത് നിങ്ങളിലേക്ക് ഇടക്കാലത്ത് വന്നിരുന്ന ഒരു ക്രിസ്ത്യൻ വിഭാഗം പതുക്കെ അവർ അകന്നുപോയി എന്നുള്ളതും നിങ്ങൾക്ക് കിട്ടിയ ഒരു തിരിച്ചടിയുടെ ഒരു ചെറിയ കാരണമാണ്. അത് കൂനുമേൽ കുരു എന്നുള്ള പോലെ ഈ ശബരിമല വിഷയം കൂടെ വന്നു. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ശബരിമലയിൽ നടന്ന കൊള്ള അവർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അതിനെ അവിടുത്തെ ഭരണത്തെ ഏൽപ്പിച്ചത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയായിരുന്നു. അതിൻ്റെ കാവലാളായി നിന്നത് ഇടതുപക്ഷ ഭരണസമിതിയായിരുന്നു. ആ ഭരണസമിതിയിൽപ്പെട്ട 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ അറസ്റ്റ് ചെയ്തവരെ പാർട്ടിയിൽ ഒരു നടപടിക്കും വിധേയമാക്കാതെ എല്ലാം കഴിയട്ടെ, കേസ് വരട്ടെ, കേസിൽ കുറ്റാരോപണം വരട്ടെ എന്നൊക്കെ പറഞ്ഞ പഴയകാല തത്വചിന്തകളുമായി വന്നാൽ ഇന്നത്തെ ഈ ജനസമൂഹം അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറല്ല മാഷേ. കാലം മാറിക്കഴിഞ്ഞു, സമൂഹം മാറിക്കഴിഞ്ഞു. ജനങ്ങൾക്കെല്ലാം ഒരുപാട് ബുദ്ധിപരമായി അവർ ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ പഴയ ആ അടിച്ചേൽപ്പിക്കലൊന്നും ഇന്ന് ആരും കേൾക്കില്ല മാഷേ. അതൊക്കെ പാർട്ടിയുടെ ഭരണഘടനയിൽ എഴുതി വെക്കാൻ കൊള്ളാം എന്നല്ലാതെ ഒരു തെറ്റ് ചെയ്ത് ഒരുത്തനെ രക്ഷിക്കുന്നു എന്നൊരു തോന്നൽ സമൂഹത്തിനുണ്ടായാൽ അതിനുള്ള കടുത്ത ശിക്ഷ അവർക്ക് അതിനെതിരെ വോട്ട് ചെയ്യുക എന്നൊരായുധം മാത്രമാണ് ഉള്ളത്. അത് കിട്ടുന്ന അവസരത്തിൽ അവർ ഉപയോഗിക്കും. ഈ പല കാരണങ്ങളിൽ അതും ഒരു കാരണമായിരുന്നു. അതിനൊരു കാരണമായി ഈ പാട്ടും ഭവിച്ചു കാണും. ആ പാട്ട് കൊണ്ട് മാത്രം വന്നതല്ല. ആ പാട്ട് പാടുന്നവർ പാരഡി ഗാനങ്ങൾ ആദ്യമായിട്ട് കേരളത്തിലുണ്ടാകുന്നതല്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു കാലത്തോടത്ത് അനാചാരങ്ങൾക്കെതിരെ, സാമൂഹ്യ വ്യവസ്ഥിതികൾക്കെതിരെ പാട്ടും ഡാൻസും നാടകവും തെരുവ് നാടകവും ഒക്കെ കളിച്ച് നടന്നവരല്ലേ. അങ്ങനെയല്ലേ ഇവിടുത്തെ വലിയൊരു പ്രചാരം കൊണ്ട് നടന്നതും സമൂഹത്തിനെ ബോധവൽക്കരിച്ചതും. അപ്പോൾ ഒരു പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളക്കെതിരെ ഒരു വലിയ മഹാമനസ്സാക്ഷിയെ ഉണർത്താൻ വേണ്ടി ഈ പ്രതിപക്ഷ കക്ഷികൾ ഇങ്ങനൊരു പാട്ടിനെ ഉപയോഗപ്പെടുത്തി കാണും. അത് കോൺഗ്രസ്സുകാരനാണ് എഴുതിയിട്ടുള്ളതെങ്കിലും അത് BJPയും കൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കെതിരുള്ള ശക്തികളെല്ലാം അത് വളരെ മനോഹരമായി ഉപയോഗിച്ചു എന്നുള്ളതൊരു സത്യമാണ്. അത് നിങ്ങളുടെ തോൽവിക്ക് ഒരു ചെറിയ ഘടകമായിരിക്കും. അതിന് പ്രതികാരം വീട്ടാനും പോലീസ്
പോലീസ് കേസെടുക്കാനും നിൽക്കുന്നത് വളരെ മൗഢ്യമാണ്. അതിൻ്റെ പുറകെ പോകാതിരിക്കുകയാണ് ശരി. നിങ്ങളല്ല അതിൻ്റെ ശബരിമലയിലെ കൊള്ളയ്ക്ക് പിന്നിലെങ്കിലും പോറ്റിയെ കയറ്റിയത് നിങ്ങളല്ലെങ്കിൽ അതാരാണെന്ന് ഇവിടുത്തെ ജനങ്ങളോട് വിളിച്ച് പറയാനുള്ള എല്ലാ സംവിധാനവും നിന്ന് പാർട്ടിക്കുണ്ടല്ലോ. അതൊരു പാട്ട് പാടിയതുകൊണ്ട് ആരും കേൾക്കുന്നതല്ല. സാമൂഹ്യ മാധ്യമങ്ങളിലും ഏതാനും സ്റ്റേജുകളിലും പാടി നടന്നത് ഈ കേരള ജനത മുഴുവൻ കേട്ടിട്ടില്ല. ഈ മാധ്യമങ്ങൾ ദിവസങ്ങളോളം സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്തതാണ്. ഈ കഴിഞ്ഞ ദിവസം പോലും ഒരാളെ അറസ്റ്റ് ചെയ്തില്ലേ? ഇനിയും തീരുന്നില്ല അത്. ആ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. കൊള്ള ചെയ്ത സ്വർണം എവിടെയെന്ന് ആർക്കും അറിയില്ല. SIT അങ്ങനെ അന്വേഷണം അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ പല കേസുകളും ഇതുപോലെ ഇങ്ങനെ കേസ് നടക്കും, അവസാനം എവിടെ എത്തില്ല, ആരും പിടിക്കപ്പെടില്ല, ആരും ശിക്ഷിക്കപ്പെടില്ല എന്നൊരു പൊതു സമൂഹത്തിനൊരു ബോധം പൊതുവേ ഉണ്ട്. അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളതും കൂടെ ഈ ഗവൺമെൻറ് ബോധ്യപ്പെടുത്തണം. അത് ഉറക്കെ ജനങ്ങളോട് വിളിച്ചു പറയണം. അതിനു പുറമെ ഈ മത തീവ്രത, ന്യൂനപക്ഷ തീവ്രത, ഭൂരിപക്ഷ തീവ്രത എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളിൽ ഒരു തരം മതബോധം നിങ്ങളായിട്ടുണ്ടാക്കാൻ പാടില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മനുഷ്യത്വ ബോധം വളർത്തുന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ ഒരു പ്രചാരമാണ് നിങ്ങൾ നടക്കുന്നത്. നമ്മളെല്ലാം മനുഷ്യരാണെന്നും പല ജാതികളിലും മതങ്ങളിലും ജനിച്ചു എന്ന് വെച്ചാലും നമ്മുടെ എല്ലാം സാമൂഹിക ആവശ്യങ്ങളൊന്നാണെന്നും അതിന് നമ്മൾ മനുഷ്യനെന്നുള്ള നിലയ്ക്ക് സംഘടിക്കണമെന്നും ഒരു വിധത്തിലുള്ള മത തീവ്രതയിലേക്ക് നിങ്ങൾ നയിക്കപ്പെടരുത് എന്നുള്ള സന്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതിന് പകരം അത് കാരണമാണ് അവരെ സൂക്ഷിക്കണം ഇവരെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവരെല്ലാം ഒരുമിച്ച് നിന്ന് നിങ്ങളെ എതിർക്കാനാണ് സാധ്യത. അപ്പോൾ സ്വാഭാവികമായിരിക്കും അവർക്ക് ബെറ്റർ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങളെക്കാൾ അവർ UDF തെരഞ്ഞെടുത്ത് കാണും. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്ന. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 25 കൊല്ലത്തെ കേരളത്തിൻ്റെ വികസന കാലഘട്ടം എടുത്താൽ ഏറ്റവും നല്ലൊരു ഈ വികസനങ്ങൾ നടന്ന 10 കൊല്ലം തന്നെയാണ് കടന്നുപോയത്. പക്ഷെ അതിൻ്റെ ഒന്നും ഫലം നിങ്ങൾക്ക് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനേക്കാൾ അവർ വിശ്വസിച്ചത് ഇത്തരം വികാരപരമായ മതപരമായും വിശ്വാസപരമായ കാര്യങ്ങളായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെടണം. എന്ന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ ഇടത്തരം വിഭാഗം ഒരു 70% വരും. പക്ഷേ പഴയ കാലത്തെ പോലെയല്ല. അവരെല്ലാം പണ്ട് അനുഭവിച്ചിരുന്ന ദുരിതങ്ങളിൽ നിന്ന് അവർ പതുക്കെ കരകയറി ഒരിടത്തരം മധ്യവരുമാനക്കാരായി മാറിക്കഴിഞ്ഞപ്പോൾ അവരുടെ ആവശ്യങ്ങൾ മാറി. അവർക്ക് നല്ല വീട് വേണം, യാത്ര ചെയ്യാൻ വണ്ടി വേണം, നല്ല ചികിത്സാ സൗകര്യം വേണം, നല്ല വിദ്യാഭ്യാസം വേണം. അതിനൊക്കെ വലിയ ചെലവ് വരികയാണ്. പക്ഷെ അതിനെല്ലാം ഇന്ന് വലിയ കോർപ്പറേറ്റുകളൊക്കെ കൈയടക്കാനുള്ള സൗകര്യം നിങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നു എന്നുള്ള മഹാപാവമുണ്ട്. ഈ മധ്യവരുമാനക്കാരിൽ തന്നെ വളരെ താഴെ കിടക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള റിസർവേഷൻ സൗകര്യവും ഇല്ലാത്തവർ വലിയ പടാപ്പാടുപെടുകയാണ്. ഈ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ അവൻ വലിയ തോതിൽ പണം കടം വാങ്ങണം. നിങ്ങൾക്കറിയാമല്ലോ, ഒരു അസുഖം വന്നാൽ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ലക്ഷങ്ങൾ ചെലവ് വരും. പക്ഷേ ഒരു തരം വിധത്തിലുള്ള ഇൻഷുറൻസും അവൈലബിൾ അല്ലാത്ത വിഭാഗമുണ്ട്. അവരെ നിങ്ങൾക്ക് ഈ സർക്കാരിന് കൈയടിച്ച് സഹായിക്കാമല്ലോ. ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ക്ലെയിം കിട്ടും, മറ്റുള്ള ജോലിക്കാർക്ക് ഇൻഷുറൻസ് കിട്ടും, സാമ്പത്തികമായി ഉന്നതി നിൽക്കുന്നവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അതുപോലും സാധിക്കാത്ത ഒരു ഇടത്തരം മധ്യവരുമാനക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ വല്ലാത്ത കടക്കണിയിൽപ്പെടും. അത്തരക്കാർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ഏർപ്പെടുത്താൻ ഈ സർക്കാരിന് കഴിയുന്നതല്ലേ? അതുപോലെ തന്നെ പല വിദ്യാഭ്യാസ മേഖലകളിലും ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു LKG പോലും അഡ്മിഷന് വേണ്ടിയിട്ട് ഇവിടുത്തെ സ്വകാര്യ മേഖല വാങ്ങുന്നത്. അതിനൊന്നും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരു LDF ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്ത് കുത്തഴിഞ്ഞ വ്യവസ്ഥിതിയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ കുട്ടികളും ഇവിടെ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് കൊടുക്കുന്നത്. നിങ്ങൾ തൊട്ട അയൽ സംസ്ഥാനമായ തെലങ്കാനയിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ പോയാൽ അവിടെ വളരെ ചെറിയ തുക മാത്രം കൊടുത്തുകൊണ്ട് തന്നെ ഈ സ്വാശ്രയ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ കേരളത്തിൽ മഹാകൊള്ള നടക്കുന്നു എന്നുള്ളത് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ എല്ലാം മനസ്സിൽ നിങ്ങൾക്കെതിരെ വലിയ വിരോധമുണ്ട്. പക്ഷേ അതെല്ലാം വോട്ട് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളിൽ അവർ ഉപയോഗപ്പെടുത്തും. ഇപ്പോഴും നിങ്ങൾ വലിയ വിശ്വാസമുണ്ട്, നിങ്ങൾ രക്ഷിക്കുമെന്ന് ഈ ഇടത്തരം വിഭാഗക്കാരും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരോടൊപ്പം നിന്ന് നിങ്ങൾ ചേർന്ന് നിന്നാൽ
അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്കൊരു മൂന്നാമതൊരവസരം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ആ ഒരു ബാലൻസിങ് ഫിഗർ കാണിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ ഏതാണ്ട് 60-ൻ്റെ 65-ൻ്റെ ഇടയ്ക്കുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിങ്ങളെ ജനം കൈവിട്ടിട്ടില്ല. അത് ഇനിയും ശ്രദ്ധിച്ചാൽ ഒരു 10-20 നിയമസഭാ മണ്ഡലങ്ങളും കൂടെ നിങ്ങളെ കൂടെ നിൽക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ചെയ്താൽ നിങ്ങളെ കൈവിടില്ല. നിങ്ങൾ ഈ പൊട്ട പാട്ടിൻ്റെ പിന്നാലെ പോകാതിരിക്കുക, അത് ആ വഴിക്ക് വിടുക. അതാരും ശ്രദ്ധിക്കില്ല മാഷേ, അത് ആ വഴിക്ക് വിടുക, പാട്ടിൻ്റെ വഴിക്ക് വിടുക. ജനം അത് തള്ളിക്കളയും. അത് അവർ പാടിയാലും പാടിയില്ലെങ്കിലും ആ വിവരമെല്ലാം ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം മാഷേ. ദയവ് ചെയ്ത് ഇത്തരം വിഡ്ഢിത്തങ്ങൾക്ക് പുറകെ ഒരു പാർട്ടി സംവിധാനം പോകാതിരുന്നാൽ അത് നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.